നമസ്തേ ബോസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് 8 മെയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ നിഫ്റ്റി ആക്ച്വലി നമുക്ക് മോർണിംഗിൽ അത്ര ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. പിന്നീട് ഒരു മണിക്ക് ശേഷം നല്ലൊരു ഡൗൺഫോളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെടുത്തിരിക്കുന്നത് 24,600-ൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവിൽ കാണാനോ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് നല്ലൊരു അപ് ട്രെൻഡാണ് പോയത്. ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇറങ്ങിയെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് എടുത്തിട്ട് അവിടെ നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് 24,600 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടിൽ 212 ലെവലിലാണ് സോഫ്റ്റ് ബൈ തന്നത്. അപ്പോൾ നമുക്കത് കൺഫേം ആയിരുന്നു. നമുക്ക് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കൺഫർമേഷൻ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ആരോ വന്നതിന് ശേഷം ഈ ഗ്രീൻ അപ്പ് ആരോ, അതാണ് നമ്മുടെ ബൈജാൾ ഇൻഡിക്കേഷൻ. താഴത്തെ പ്രൈസ് ഇതുപോലെ ബൈസോണും ആയിരിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് നമുക്ക് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ 1-2 ക്യാൻഡിന് ശേഷം ഗ്രീൻ ആയാലും കുഴപ്പമില്ല, നമുക്ക് എൻട്രി ആവുന്നതാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന എൻട്രീസിൽ താഴത്തെ ബാർ ഇല്ലെങ്കിലും പ്രൈസ് ഓൺ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. 212 സോഫ്റ്റ് വന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 33,50,67 ഇങ്ങനെ 3 ടാർഗറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അച്ചീവ് ചെയ്ത ശേഷം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒറ്റയടിക്ക് മാർക്കറ്റ് കയറിപ്പോയേ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈയിൽ നമ്മൾ ഈ ഒരു ബൈയിൽ നമ്മൾ എൻട്രി എടുത്ത ശേഷം നമ്മൾ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇറങ്ങിയെങ്കിൽ ആ ഒരു ട്രേഡ് അവിടെ വെച്ചാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ പക്ഷേ മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയ ശേഷം പിന്നെ അവിടെ നിന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറുന്ന ലെവലിൽ അത് ഓരോരുത്തരും ഇഷ്ടമാണ്. നിങ്ങൾക്ക് അവിടെ റീ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പം മാർക്കറ്റ് റേറ്റിൽ റീ എൻട്രി എടുത്ത ശേഷം നമ്മൾ ഓൺ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം സോഫ്റ്റ് വന്ന ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ റീ എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റിൽ നമ്മൾ ഓൺ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഒരു 80-90% കൺഫേം ആക്രോസ് ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ ലൈവ് മാർക്കറ്റിൽ ക്യാപ്ചർ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് സ്വയം ലൈവ് മാർക്കറ്റിൽ ചെക്ക് ചെയ്യാവുന്ന ലൈവ് ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.